വഴി തന്നെ നടക്കുന്നുണ്ട്. മറക്കാതെ ജോയിൻ ചെയ്യുവാനിടയാകണം. കർത്താവിനാൽ പ്രയോജനപ്പെടുന്ന കർത്താവിന്റെ ദാസന്മാർ ദാസിമാരൊക്കെ വചനം ശുശ്രൂഷിക്കുന്നു. അത് വളരെ അനുഗ്രഹമായിരിക്കാൻ ഇവിടെയായി സഹോദരൻ സിസ്റ്റർ നേതൃത്വത്തിൽ മീറ്റിംഗ് നടക്കുന്നല്ലോ. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് ദൈവവചനം കേൾക്കുവാൻ കടന്നു പോകാം. നമ്മുടെ ഗ്രൂപ്പകമായിരിക്കുന്ന നമുക്ക് ഏവർക്കും സുപരിചിതനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജസ്റ്റിൻ രാജ് നമ്മളോട് ദൈവവചനത്തിൽ നമ്മളോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. നമ്മുടെ ഗ്രൂപ്പിന് വളരെ അനുഗ്രഹമായിരിക്കുന്ന പ്രഭാതത്തിൽ പാടുകയും ലീഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ, പ്രത്യേകിച്ച് ഹിന്ദി മീറ്റിങ്ങിനെ ഹാൻഡിൽ ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ അതിന് നേതൃത്വം കൊടുക്കുന്നല്ലോ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവിനോട് പകൽക്കാലം ഇടപെടുവാനിടയാകട്ടെ. നമ്മുടെ മീറ്റിംഗിന്റെ അവസാനം പാസ്റ്റർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കാം. വചന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. പാസ്റ്റർ ജസ്റ്റിൻ രാജ്. Praise the Lord. Thank you, Pastor. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൽ പ്രിയ ജെയിംസ് വർഗീസ് പാസ്റ്റർ, അതുപോലെ ഡിവൈൻ പ്രയർ മിനിസ്ട്രീസ് ഇന്ത്യയുടെ മിനിസ്ട്രിക്ക് ലീഡർഷിപ്പ് നൽകുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ വർഗീസ് ബേബി അവർ, പാസ്റ്റർ എം കെ സ്കറിയ അവർ, മറ്റ് സീനിയർ ആയിരിക്കുന്ന ദൈവദാസന്മാർ, അതുപോലെ ഈ പ്രവർത്തനങ്ങളുടെ ബോർഡ് മെമ്പേഴ്സ് ആയിരിക്കുന്ന മറ്റംഗങ്ങൾ, ഈ പ്രഭാത പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ജോയിൻ ചെയ്യുന്ന നമ്മുടെ ഡിവൈൻ പ്രയർ മിനിസ്ട്രീസ് ഇന്ത്യയുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. ദൈവം ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ ധാരാളമായി എല്ലാവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സാന്നിധ്യവും അവന്റെ പ്രവർത്തികളും ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ ഈ പ്രഭാതത്തിലും നാം വ്യക്തിപരമായി അനുഭവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി കഴിഞ്ഞ 24 വർഷങ്ങളോളം നിരന്തരമായി ആമേൻ ദൈവിക ദർശനത്തോടുകൂടെ ഉണരുക, ഭാരതത്തിനായി പ്രാർത്ഥിക്കുക എന്ന ആമേൻ ദൈവിക ദർശനത്തിന് പ്രകാരം നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഡിവൈൻ പ്രയർ മിനിസ്ട്രീസ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ ദൈവം വിശാലതയിലേക്ക് നയിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഈ പ്രഭാത സമയത്ത് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ജോയിൻ ചെയ്ത് ആമേൻ നമ്മുടെ രാജ്യത്തിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാൻ ദൈവം ഓരോ ദിവസവും നമ്മെ സഹായിക്കുന്നുവല്ലോ. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ആമേൻ ദൈവജനത്തോട് ഷെയർ ചെയ്യുവാൻ എന്റെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ഒരു സന്ദേശം വളരെ ചുരുക്കമായി ആമേൻ ഇന്ന് രാവിലെ നിങ്ങളുമായി പങ്കിടുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. അതിന് മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ധാരാളം സന്ദേശങ്ങൾ നാം കേട്ടിട്ടുള്ള നമ്മുടെ മീറ്റിംഗിൽ ധാരാളം കർത്താവിന്റെ ദാസന്മാർ പങ്കുകൊള്ളുന്നല്ലോ. അനവധി മെസ്സേജുകൾ നാം പ്രസംഗിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ് പ്രസ്തുത വചനഭാഗം. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വചനഭാഗമാണല്ലോ. എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ നൽകിയ ഒരു ചിന്ത, ഒരു വിഷയം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ഒരു രാഷ്ട്രം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, ഒരു ജനസമൂഹം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, അവർ സ്റ്റക്ക് ആയിരിക്കുമ്പോൾ, മുൻപോട്ട് പോകുവാനുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, നാളെ കുറിച്ചുള്ള ആശ പൂർണ്ണമായി കെട്ടടങ്ങിയിരിക്കുമ്പോൾ ഒരു രാഷ്ട്ര നേതാവ്, ഒരു ലീഡർ ദൈവത്തിലുള്ള വിശ്വാസത്തോടുകൂടെ ഒരു ജനസമൂഹത്തെ വിശ്വാസത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. വിശ്വാസത്തിന് വേണ്ടിയുള്ള ആഹ്വാനം എന്നതാണ് ഇന്ന് രാവിലെ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇതാ ഒരു ദൈവ മനുഷ്യൻ, ഒരു ദൈവ പുരുഷൻ ഒരു ജനസമൂഹത്തെ വിശ്വാസത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് രാവിലെ നാം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, നാം പ്രതികൂലങ്ങളിലായിരിക്കുമ്പോൾ, നാം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുമ്പോൾ, നാളെ എങ്ങനെയെന്ന ഒരു ചോദ്യം നമ്മുടെ ഉള്ളങ്ങളെ നടുക്കുമ്പോൾ, ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനത്തിന്, പരിശുദ്ധാത്മാവിന് നമ്മോട് പറയുവാനുള്ളത്
വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. ആമേൻ. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? ആമേൻ. നമ്മോട് കർത്താവ് ആവശ്യപ്പെടുന്നത് ഒരു വലിയ ത്യാഗമല്ല, ഒരു വലിയ ഏതെങ്കിലും വലിയ വിഷയങ്ങളല്ല, മറിച്ച് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, എത്ര വലിയ വിഷയങ്ങളുടെ മുമ്പിൽ നീ തളർന്നു നിൽക്കുമ്പോഴും ഒരു ദൈവ മനുഷ്യനോട് കർത്താവ് ആവശ്യപ്പെടുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര ശക്തമായ ദൈവിക ആഹ്വാനമാണ് വിശ്വസിക്കുക എന്നുള്ളത്. ഇന്ന് രാവിലെ നമ്മളിൽ എത്ര പേർക്ക് നമ്മുടെ പ്രതിസന്ധികളിൽ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ കഴിയുന്നുണ്ട്? നാം ചെറുതും വലുതുമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ വിശ്വാസത്തിൽ ശക്തരാകുവാൻ നമുക്ക് പൂർണ്ണമായും കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് രാവിലെ നാം ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. ചില സാഹചര്യങ്ങളിൽ ചില പ്രതികൂലങ്ങൾ നാം അഭിമുഖീകരിക്കുമ്പോൾ, ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുമ്പാകെ വരുമ്പോൾ, വിശ്വാസത്തിൽ ശക്തന്മാർ പോലും വിശ്വസിക്കുവാൻ കഴിയാതെ പകച്ചു പോകുന്ന നിമിഷങ്ങൾ കടന്നു വരാറുണ്ട്. എന്നാൽ ഇതാ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഒരു രാഷ്ട്രത്തെ മോശ ആഹ്വാനം ചെയ്യുകയാണ്, ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. ഈ ഭാഗത്തുനിന്ന് വിശ്വാസത്തിന്റെ 3 വിഷയങ്ങളെയാണ് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. ഒന്ന്, വിശ്വാസത്തിന്റെ വിഷയം എന്താണ്? നമുക്ക് വിശ്വസിക്കുവാനുള്ള വിഷയം എന്താണ്? വിശ്വസിക്കുവാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മൂല്യം എന്താണ്? എന്തിനാണ് നാം വിശ്വസിക്കേണ്ടത് എന്ന് മോശ അവിടെ വിളിച്ചു പറയുകയാണ്. പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതാണ്, നാം എന്തിൽ വിശ്വസിക്കണമെന്ന് അറിയാൻ കഴിയാതെ നാം കുഴഞ്ഞു പോകാറുണ്ട്. ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ചില പ്രതിസന്ധികളെ നാം അഭിമുഖീകരിക്കുമ്പോൾ നാം എന്തിൽ വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം എന്നത് അറിയാതെ നാം പതറിപ്പോകാറുണ്ട്. എന്നാൽ ഇവിടെ മോശ ദൈവത്തിന്റെ ജനത്തെ വിശ്വാസത്തിന്റെ ഒരു വിഷയത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. എന്താണ് വിശ്വാസത്തിന്റെ വിഷയം? കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയുമാണ് വിശ്വാസത്തിന്റെ വിഷയം. എന്താണ് വിശ്വാസത്തിന്റെ വിഷയം? കർത്താവ് താനും കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷയുമാണ് വിശ്വാസത്തിന്റെ വിഷയം. ഇന്ന് രാവിലെ ദൈവമക്കളെ, നമ്മുടെ പ്രതിസന്ധികൾ മാറി മാറി വരും, എന്നാൽ നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയത്തിന് മാറ്റം വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാഹചര്യങ്ങൾ മാറും, നമ്മുടെ അവസ്ഥകൾ മാറും. ഓരോ ദിവസവും ഓരോ തലങ്ങളിലുള്ള പ്രതികൂലങ്ങൾ ഒരുപക്ഷെ നാം നേരിടുമായിരിക്കാം. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയം ഒരിക്കലും മാറുന്നില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയം നമ്മുടെ അരുമനാഥനായ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുമാണ്. Praise the Lord. Hallelujah. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാൻ കഴിയുമോ? കർത്താവെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഈ ലോകത്തിൽ എല്ലാവരും മാറി നിൽക്കുമ്പോൾ, എല്ലാവരും നമ്മിൽ നിന്ന് ദൂരത്തായിരിക്കുമ്പോൾ, ആർക്കും നമ്മെ സഹായിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, എല്ലാവരും നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തുനിന്ന് അകലെയായിരിക്കുമ്പോൾ, ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വിളിച്ചു പറയുകയാണ്, നമ്മുടെ ഏറ്റവും അടുത്തുള്ള, നമ്മുടെ ഏറ്റവും ഹല്ലേലൂയ ഏറ്റവും പ്രിയമായിരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. അത് നമ്മുടെ അരുമനാഥനായ കർത്താവിന്റെ സാന്നിധ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കാം, സഹായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചവർ മാറി നിൽക്കുന്ന സാഹചര്യമായിരിക്കാം. എന്നാൽ ഒരു ദൈവ പൈതൽ ഭാരപ്പെടേണ്ട, ഒരു ദൈവ പൈതൽ പ്രതിസന്ധിയിലാകണ്ട. കാരണം ഏറ്റവും അടുത്ത തുണയായി എല്ലാ നാളിലും ഇതാ ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നമ്മുടെ അരുമനാഥനായ കർത്താവ് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ്, ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായി നിലനിൽക്കട്ടെ. അതെ, കർത്താവാകട്ടെ നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയം. കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷയും ആകണം നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയം. എന്തുകൊണ്ടാണ് കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷയും നമ്മുടെ വിശ്വാസമാകേണ്ടത്? ദൈവം മോശയെ തന്റെ ജനത്തെ വിടുവിക്കുവാൻ അയക്കുമ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചു, അങ്ങയുടെ പേരെന്താണ് കർത്താവേ? ഞാൻ ജനത്തോട് എന്താണ് പറയേണ്ടത് നിന്നെ കുറിച്ച്? അപ്പോൾ ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതെ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന കർത്താവാണ് നമ്മുടെ
വിശ്വാസത്തിന്റെ വിഷയം. ആമേ, ഈ ദൈവത്തിന് മാത്രമേ, നമ്മുടെ ജീവനുള്ള കർത്താവിന് മാത്രമേ, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന് മാത്രമേ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയാൻ കഴിയുള്ളൂ. ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞവൻ, ഞാൻ വഴിയും സത്യവുമാകുന്നു എന്ന് പറഞ്ഞവൻ, ഞാൻ ജീവന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞവൻ, ഞാൻ ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞവൻ, ആമേ, ഞാൻ ഇടയനാണെന്ന് പറഞ്ഞവൻ, ഇന്ന് രാവിലെ ആമേ എന്റെ കർത്താവ് പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ, നാം അഭിയിരിക്കുന്ന ഓരോ വിഷയങ്ങളുടെ നടുവിൽ കർത്താവ് പറയുകയാണ്, ഞാൻ സകലത്തിനും ആമേ മതിയായവനായി, ഞാൻ സകലത്തിനും മതിയായ കർത്താവായി ആമേ നിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് അവൻ ഉറപ്പു തരികയാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതേ ദൈവമക്കളെ, എല്ലാറ്റിനും ഉപരിയായവൻ, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, ആമേ മറ്റാരെക്കാൾ ശ്രേഷ്ഠമായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആ കർത്താവ് എല്ലാറ്റിനും ഉപരിയായവനാകയാൽ നാം അവനിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ, നമ്മുടെ വേദനകളെക്കാൾ, നമ്മുടെ വിഷയങ്ങളുടെ ഗാംഭീര്യത്തെക്കാൾ എല്ലാറ്റിനും ഉപരിയായവനാണ് നമ്മുടെ കർത്താവ്. വചനം പറയുന്നത് പോലെ ഉന്നതന് മീതെ അത്യുന്നതൻ ജാഗരിക്കുന്നു. ഇന്ന് രാവിലെ നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയം നമ്മുടെ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരുക്കുന്ന രക്ഷയാണ്. എന്തുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കണം? അവൻ എല്ലാറ്റിനും ഉപരിയായവനാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് പറഞ്ഞു. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് പറഞ്ഞവൻ, ആമേൻ, ഞാൻ ഒഴികെ വേറെ ഒരു കർത്താവില്ല, ഞാൻ ഒഴികെ വേറെ ഒരു രക്ഷകനില്ല എന്ന് അരുളി ചെയ്തവൻ. പ്രൈസ്, ആ കർത്താവാണ് നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയം. അതെ, ഇന്ന് രാവിലെ ഒരു ദൈവ പൈതൽ എപ്പോഴും ഉറക്കേണ്ട വിഷയം ഇതാണ്: ഈ യേശു ഒഴികെ വേറെ ഒരാൾക്ക് എന്നെ സഹായിക്കാൻ കഴിയയില്ല. എന്റെ പ്രതിസന്ധിയിൽ യേശുവിനല്ലാതെ മറ്റാർക്കും എന്നെ വിടുവിക്കുവാൻ കഴിയയില്ല. യേശുവിനല്ലാതെ മറ്റാർക്കും എന്നെ സൗഖ്യമാക്കുവാൻ കഴിയയില്ല. യേശുവിനല്ലാതെ വേറെ ആർക്കും എന്നെ സൗഖ്യമാക്കുവാൻ കഴിയയില്ല. അതെ, അതുകൊണ്ട് കർത്താവിലും അവന്റെ രക്ഷയിലും നാം വിശ്വസിക്കണം. അവനായിരിക്കണം നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയം. രണ്ടാമത്, എന്തുകൊണ്ട് കർത്താവ് നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയമാകണം? കാരണം അവൻ ഒരുക്കിയ രക്ഷ, അതാണ് ആമേ കാരണമായിരിക്കുന്നത്. അവനെ പോലെ മറ്റൊരുത്തനും നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കിയില്ല. ആമേ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ രക്ഷയ്ക്ക് തടസ്സമായി, നമ്മുടെ വിടുതലുകൾക്ക് തടസ്സമായി, നമ്മെ ശാപത്തിൻ കീഴിലാക്കിയ പാപമെന്ന ശത്രുവിനെ എന്നേക്കുമായി അവസാനിപ്പിച്ച, പാപത്തിന് കാൽവറി ക്രൂശിലൂടെ പരിഹാരം വരുത്തിയ അവൻ മാത്രമാണ് നമ്മുടെ കർത്താവ്. അതെ, അവനൊരുക്കിയ രക്ഷ നിമിത്തം ആമേൻ നാം കർത്താവിനെ വിശ്വസിക്കണം, അവന്റെ രക്ഷയിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം പാപികളായിരിക്കുമ്പോൾ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി തന്റെ അവസാനതുള്ളി രക്തം വരെയും ക്രൂശിൽ ഒഴുക്കി, ആമേ, കഠിന വേദനയും ദുഃഖവും സഹിച്ച് നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ ക്രൂശിൽ അനുഭവിച്ച്, ആമേ, നാം ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരം വരുത്തിയ നമ്മുടെ രക്ഷകനായിരിക്കട്ടെ ഇന്ന് രാവിലെ നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. കാരണം അവൻ ആമേ രക്ഷ ഒരുക്കിയത് കൊണ്ട്. അതെ, ഇസ്രായേൽ മക്കളോട് അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കൊണ്ട്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഉള്ളത് കൊണ്ട്. കഴിഞ്ഞ നാളുകളിൽ പെസഹായും ചോരത്തളിയും ആചരിച്ച് ആമേ ഫറവോന്റെ കയ്യിൽ നിന്നുള്ള വിടുതലിനെ, ആമേ സംഹാരകന്റെ കയ്യിൽ നിന്നുള്ള വിടുതലിനെ കണ്ട ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി രക്ഷ ഒരുക്കിയ കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഇന്ന് എന്നത് രക്ഷയുടെ ദിവസമാണ്. അതെ, ഇന്ന് രക്ഷയുടെ ദിവസമാണ്. മോശ പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കാമോ? അവിടെ പറയുകയാണ്, ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ രക്ഷ കണ്ടുകൊള്ളുവീൻ. ആമേ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നാം എന്താണ് നമ്മുടെ രക്ഷയുടെ, ആമേ, നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയം എന്താണ്? ദൈവവും ദൈവം ഒരുക്കുന്ന രക്ഷയുമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയം. ആമേ, എന്തുകൊണ്ട് ദൈവവും രക്ഷയും വിഷയമായിരിക്കുന്നു? രക്ഷ എന്നത് നാം ഒരിക്കൽ പ്രാപിച്ച് തീർന്നു പോകുന്നതല്ല. രക്ഷ എന്നത് ഇന്നത്തെ അനുഭവമാണ്. ഇന്നത്തെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ അനുഭവമാണ്. ഇന്നത്തെ എന്റെ സൗഖ്യം ആ രക്ഷയിലൂടെയാണ്. ആ കർത്താവ് ഒരുക്കിയ രക്ഷയിലാണ് ഇന്നത്തെ എന്റെ സൗഖ്യം, ഇന്നത്തെ എന്റെ വിടുതൽ, ഇന്നത്തെ എന്റെ അനുഗ്രഹങ്ങൾ, ഇന്നത്തെ എന്റെ നന്മകൾ, ഇന്നത്തെ എന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പ്. ഒരു ദൈവ പൈതലിന്റെ ഇന്നത്തെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ദൈവം ഒരുക്കിയിരിക്കുന്ന, ക്രൂശിലൂടെ ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ്. അതുകൊണ്ട് കർത്താവും
കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷയും നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയമായിരിക്കണം. അവിടെ മോശ പറയുകയാണ്, രക്ഷ കണ്ടുകൊള്ളുവീൻ. 91 സങ്കീർത്തനത്തിൽ കർത്താവിന്റെ വചനം പറയുന്നത്, ഞാൻ എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ഇന്ന് രാവിലെ നമ്മൾ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും, ഇന്ന് ഞാൻ എന്റെ കർത്താവിന്റെ രക്ഷയുടെ പ്രവൃത്തിയെ കാണും, ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ കർത്താവിന്റെ രക്ഷയുടെ പ്രവൃത്തിയെ കാണും, എന്റെ രോഗങ്ങളുടെ നടുവിൽ സൗഖ്യമാക്കുന്ന യേശുവിന്റെ രക്ഷയുടെ പ്രവൃത്തി, എന്റെ പ്രതിസന്ധികളുടെ നടുവിൽ വിടുതൽ നൽകുന്ന യേശുവിന്റെ രക്ഷയുടെ പ്രവൃത്തി, അത് ഇന്ന് ഒരു വിടുതൽ, ഇന്നൊരു നന്മ, ഇന്നൊരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് യേശു ഒരുക്കിയിരിക്കുന്ന രക്ഷയിലൂടെയാണ്. എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയും? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിലൂടെ യേശു ഒരുക്കിയ രക്ഷ നിമിത്തം ഇന്ന് എനിക്കൊരു വിടുതൽ സംഭവിക്കും. എന്റെ കുടുംബത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ, ഞാൻ ദൈവത്തോട് മുട്ടിപ്പായി അപേക്ഷിക്കുന്ന വിഷയങ്ങൾ, ഞാൻ നിലവിളിക്കുന്ന ചില വിഷയങ്ങളിൽ ഇന്ന് രാവിലെ ഒരു വിടുതൽ നടക്കും. കാരണം ഇന്ന് രക്ഷയുടെ പ്രവൃത്തി നടക്കുന്ന ദിവസമാണ്. രക്ഷ എന്നത് ഇന്നത്തെ ഒരു ദൈവവേദന്റെ ജീവിതത്തിന്റെ ശക്തമായ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയം ദൈവവും കർത്താവും കർത്താവ് ഒരുക്കുന്ന രക്ഷയുമായിരിക്കണം. ഇന്ന് രാവിലെ നമുക്ക് പറയാമോ, ഇന്ന് ഞാൻ എന്റെ ദൈവത്തിന്റെ രക്ഷയുടെ പ്രവൃത്തി കാണും. ഇന്നലെ വരെ എന്നെ പിന്തുടർന്ന ശത്രുവിന്റെ പോരുകളെ ഞാൻ ഇനി കാണുകയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ ഞാൻ ഇനി കാണാതെ വണ്ണം എന്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവം ഒരിക്കൽ രക്ഷയ്ക്ക് ശക്തി ഉണ്ടെന്ന് നാം രക്ഷിക്കപ്പെട്ടവരെന്ന് അഭിമാനിക്കുമ്പോൾ, നാം രക്ഷിക്കപ്പെട്ടവരെന്ന് വിളിച്ചു പറയുമ്പോൾ, ആ രക്ഷയുടെ ശക്തി അത്ര വലിയതാണെന്ന് വിശ്വസിക്കുവാൻ ഇന്ന് രാവിലെ നമുക്ക് കഴിയട്ടെ. നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയം കർത്താവും കർത്താവ് ഒരുക്കുന്ന രക്ഷയുമായിരിക്കട്ടെ. ഹല്ലേലൂയ. അതെ, ഇന്ന് രക്ഷയുടെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ, ഇന്ന് രാവിലെ ഈ ഡിവൈൻ പ്രയർ മിനിസ്ട്രീസിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവത്തിന്റെ രക്ഷയുടെ പ്രവൃത്തി വെളിപ്പെടട്ടെ. കാണപ്പെടുന്നതായ ദൈവപ്രവൃത്തി, കാണുകൊണ്ട് കാണാകുന്ന രീതിയിൽ നമുക്ക് കാണാകുന്ന, നമുക്ക് അനുഭവിക്കാവുന്ന, നമുക്ക് തൊട്ട് നോക്കാകുന്ന, നമ്മുടെ അനുഭവമായി തീരുന്ന ആ രക്ഷയുടെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇന്ന് രാവിലെ അല്പസമയം നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി പറയാമോ? കർത്താവേ, ഈ രക്ഷയുടെ പ്രവൃത്തി ഇന്ന് എന്റെ ജീവിതത്തിൽ വേണം കർത്താവേ. ഇന്ന് എന്റെ ഭവനത്തിൽ ആ രക്ഷയുടെ പ്രവൃത്തി വെളിപ്പെടണം കർത്താവേ. ഇന്ന് എന്റെ തലമുറയുടെ വിഷയങ്ങളിൽ ദൈവത്തിന്റെ രക്ഷയുടെ പ്രവൃത്തി വെളിപ്പെടണമേ. ഇന്ന് എന്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ കർത്താവിന്റെ രക്ഷയുടെ പ്രവൃത്തി കാണപ്പെടുന്നതായി വെളിപ്പെടണമേ എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? അതേ ദൈവമക്കളെ, നാം രക്ഷയെ വില കുറച്ച് കാണരുത്. രക്ഷ ഇന്നത്തെ അനുഭവമായി ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെ പ്രസന്റ് എക്സ്പീരിയൻസ് ആയി നിലനിൽക്കേണ്ട ഒന്നാണ് കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയം അതുകൊണ്ട് കർത്താവ് ഒരുക്കുന്ന രക്ഷയുമാകട്ടെ. എന്തുകൊണ്ട് വിശ്വാസം കർത്താവിലും കർത്താവിന്റെ രക്ഷയിലുമാകണം? മൂന്നാമത്തെ കാരണം, ഭാവി എന്തെന്നൊരു ചോദ്യവുമായി ജനം നിൽക്കുമ്പോൾ കർത്താവിന് മാത്രമേ നമ്മുടെ ഭാവിയെ നിർണയിക്കുവാൻ കഴിയുകയുള്ളൂ. നാളെ എന്താകുമെന്ന് പലരും പലതും പറയുമെങ്കിലും, നാളെ എന്താകുമെന്ന് നമ്മുടെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ പ്രവചിക്കുമെങ്കിലും, അതിനൊക്കെ അപ്പുറമായി നമ്മുടെ നാളെ എന്തെന്ന് കരുതുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയമായിരിക്കണം. ചിലപ്പോൾ ചില വിഷയങ്ങളിൽ നമ്മുടെ നാളെയെ പിശാച് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറയും, നിനക്കൊരു നാളെ ഉണ്ടാകുകയില്ല എന്ന് പിശാച് വെല്ലുവിളിക്കുന്ന ചില മേഖലകൾ ഉണ്ടാകും. എന്നാൽ എന്റെ കർത്താവ് നാളെയെ സൃഷ്ടിക്കുന്നവനാണെന്ന് വിശ്വസിക്കുവാൻ ഒരു ദൈവപൈതലിന് കഴിയണം. ദൈവമക്കളെ, ഞാൻ അങ്ങനെയാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മ നിയോഗത്താൽ വിളിച്ചു പറയുന്നത്. അതെ, നാളെ നിനക്കില്ല എന്ന് പിശാച് പറഞ്ഞ വിഷയങ്ങളിൽ ഞാനും നിങ്ങളും വിശ്വസിക്കണം, എന്റെ ദൈവം നാളെയെ ഉണ്ടാക്കുന്ന ദൈവമാണെന്നേ. എന്റെ ദൈവം നാളെയെ സൃഷ്ടിക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് ഇന്ന് രാവിലെ വിശ്വസിക്കുവാൻ കഴിയും? നിനക്കൊരു നാളെ ഉണ്ടാകത്തില്ല, നിന്റെ നാളെ തീർന്നു, നിന്റെ നാളെ അവസാനിച്ചു, നിനക്കൊരു നല്ല നാളെ ഉണ്ടാകയില്ല എന്ന് പിശാച് വിധി എഴുതിയ മേഖലകളെ നോക്കി ഇന്ന് രാവിലെ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറയാമോ, എന്റെ കർത്താവ് നാളെയെ സൃഷ്ടിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവരാണ് നമ്മുടെ കർത്താവെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് വിശ്വസിക്കാം. നാളെ ഇല്ലെന്ന് പറഞ്ഞ വിഷയങ്ങളിൽ നാളെ വിളിച്ചു വരുത്തുന്ന ഒരു കർത്താവിനെ നമുക്ക് ഇന്ന് രാവിലെ വിശ്വസിക്കുവാൻ കഴിയട്ടെ. അതെ,
നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയം നമ്മുടെ കർത്താവും കർത്താവിന്റെ രക്ഷയുമാണ്. അതിന് 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, ദൈവം എല്ലാറ്റിനും ഉപരിയായി ഞാനാകുന്നെന്ന് പറഞ്ഞ ദൈവമാണ്. 2, അവനൊരുക്കിയ രക്ഷ നിമിത്തം അവനിലും അവന്റെ രക്ഷയിലും നാം 3, നമ്മുടെ നാളെയെ ഉണ്ടാക്കുവാൻ, നമ്മുടെ നാളെയെ സൃഷ്ടിക്കുവാൻ അവന് കഴിയും. അതുകൊണ്ട് കർത്താവിന്റെ രക്ഷയും നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയമാകട്ടെ. 2, നമ്മുടെ വിശ്വാസത്തിന്റെ ഗുണം നാം പ്രകടമാക്കണം. ഒരു ദൈവപൈതൽ വിശ്വാസത്തിന്റെ വിഷയം എന്തെന്ന് അറിയുന്നതോടൊപ്പം ഒരു ദൈവപൈതൽ തന്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ വിശ്വാസത്തിന്റെ ഗുണം പ്രകടമാക്കുന്നവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പ്രവൃത്തി കൂടാത്ത വിശ്വാസം തന്നിൽ തന്നെ നിർജീവമായിരിക്കുന്നു എന്നാണ്. നമുക്ക് വിശ്വാസമുണ്ട്, അതെ, നമുക്ക് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നാം കർത്താവിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് രാവിലെ ചോദ്യം ഇതാണ്, നാം വിശ്വസിക്കുന്നത് ശരിയാണ്, എന്നാൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഗുണം പ്രകടമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ പ്രതിസന്ധികളുടെ മുമ്പിൽ നാം വിശ്വാസത്തിന്റെ ഗുണമാണോ അവിശ്വാസത്തിന്റെ ഗുണമാണോ പ്രകടമാക്കുന്നത്? നമുക്കറിയാം, അപ്പോസ്തലന്മാർ യേശുവിൽ വിശ്വസിക്കുന്നവരായിരുന്നെങ്കിലും കാറ്റും കോളും തിരമാലയും പ്രതികൂലമായി വന്നപ്പോൾ വിശ്വാസത്തിന്റെ ഗുണം പ്രകടമാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ നിരാശയോടെ നിലവിളിച്ചു പോയി, അവർ തകർന്നുപോയി, അവർ അവിശ്വസിച്ചു പോയി, അവരുടെ വിശ്വാസം കുറഞ്ഞുപോയി. ഇന്ന് രാവിലെ ചോദ്യം ഇതാണ്, പ്രതിസന്ധിയുടെ നടുവിൽ വിശ്വാസത്തിന്റെ ഗുണം പ്രകടമാക്കുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് മോശ വിശ്വാസത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുമ്പോൾ അവരോട് പറയുകയാണ്, 4 കാര്യങ്ങൾ മോശ അവിടെ സൂചിപ്പിക്കുകയാണ് വിശ്വാസത്തിന്റെ ഗുണം പ്രകടമാക്കുവാൻ. 1, ഭയപ്പെടരുത്. നീ ഭയപ്പെടരുത്. ഭയപ്പെടാതിരിക്കുന്നത് വിശ്വാസത്തിന്റെ ഗുണമാണ്. പിശാച് നിന്നെ ഭയപ്പെടുത്തും. നമുക്കറിയാം 14-ാം അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ്, അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമിൽ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. അന്ന് വരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം ഏറ്റവും ഭയപ്പെട്ട ഒരു ദിവസമായിരുന്നു അന്ന്. എന്നാൽ കർത്താവ് വിശ്വാസത്തിന്റെ ഗുണം പ്രകടമാക്കാൻ പറയുകയാണ്. ചിലപ്പോഴൊക്കെ പിശാച് നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളുമായി വരും. നാം അറിയണം, പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഫറവോനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. പുറപ്പാട് 9:16. എങ്കിലും എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. ദൈവം നിർത്തിയിരിക്കുക. ആര് നിർത്തിയിരിക്കുന്നെന്നാ പറയുന്നത്? ഫറവോനെ ദൈവം നിർത്തിയിരിക്കുക. എന്നെ കേൾക്കുന്ന, ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നിർത്തിയിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, ദൈവം നിർത്തിയിരിക്കുന്ന ചില പ്രതികൂലങ്ങളുണ്ട്, ദൈവം നിർത്തിയിരിക്കുന്ന ചില പൈശാചിക അനുഭവങ്ങൾ ഒരുപക്ഷെ നാം നേരിടുന്നുണ്ട്. ദൈവം നിർത്തിയിരിക്കുന്നു. പക്ഷെ ദൈവം നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനാണ്. ദൈവത്തിന്റെ രക്ഷയുടെ പ്രവൃത്തി നമ്മൾ കാണേണ്ടതിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിർത്തിയിരിക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്, ചില ഫറവോന്റെ അനുഭവങ്ങളെ ദൈവം നിർത്തി. ഇന്ന് രാവിലെ നമുക്കത് വിശ്വസിക്കാമോ? ദൈവം നിർത്തിയിരിക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അതിനെ നിയന്ത്രിക്കുന്നത് ഞാനല്ല, അതിനെ നിയന്ത്രിക്കുന്ന ഒരു പൈശാചിക മണ്ഡലങ്ങളല്ല. അത് ദൈവം നിർത്തിയിരിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതും ദൈവമാണ്. അതുകൊണ്ട് ഭയപ്പെടാതെ വിശ്വസിക്കണം. 2, ഉറച്ചു നിൽക്കുക എന്ന പദമാണ് മോശ അവിടെ പറയുന്നത്. ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറച്ചു നിന്ന് വിശ്വസിക്കണം. 3-ാമത് വിശ്വാസത്തിന്റെ ഗുണത്തെ കുറിച്ച് അവിടെ പറയുന്ന ഭാഗം മിണ്ടാതിരിക്കണം. ചിലപ്പോൾ നമ്മളുടെ വിഷയങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വിടുതലിന് തടസ്സമായി തീരാറുണ്ട്. കാരണം എന്തെന്നറിയാമോ? നമ്മുടെ പ്രതിസന്ധിയിൽ ചിലപ്പോൾ വിശ്വാസം പറയാൻ നമുക്ക് കഴിയത്തില്ല. ഒന്നുകിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ദാവീദിനെ പോലെ സംസാരിക്കുക. ദാവീദിനെ നമുക്കറിയാം, ഗോലിയാത്തിന്റെ മുമ്പിൽ ദാവീദ് പ്രവചന വാക്കുകളാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ നിന്നെ, ഹല്ലേലൂയ, നിന്നെ ഞാൻ ഇന്ന് തകർക്കുമെന്ന് വിശ്വാസത്തോടെ പറയാൻ അവന് കഴിഞ്ഞു. ഞാൻ വീണ്ടും പറയട്ടെ, ഒന്നുകിൽ ദാവീദിനെ പോലെ സംസാരിക്കുക, ദാവീദിനെ പോലെ വിശ്വാസത്തിന്റെ വാക്ക് പറയാൻ കഴിയുകയില്ല എങ്കിൽ മിണ്ടാതെ ഇരിക്കുക. മിണ്ടാതിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ വിശ്വസിക്കുക. അതെ, വിശ്വാസത്തിന്റെ 4-ാമത്തെ ഗുണം എന്ന് പറയുന്നത് മോശയോട് പറയാം, മുമ്പോട്ട് പോകുക, മുമ്പോട്ട് നിൽക്കരുത്, മുമ്പോട്ട് പോകണം, കാൽച്ചുവടുകൾ മുമ്പോട്ട് വയ്ക്കണം. അപ്പോൾ വിശ്വാസത്തിന്റെ ഗുണം എന്താണെന്ന് നാം അറിയണം. 4 കാര്യങ്ങളാണ് വിശ്വാസത്തിന്റെ ഗുണത്തിൽ എനിക്ക് പറയാൻ. 1, ഭയപ്പെടരുത്. 2, ഉറച്ചു നിൽക്കണം. 3, മിണ്ടാതെ ഇരിക്കണം. ചില
വിഷയങ്ങൾ മിണ്ടാതിരിക്കണം. 4 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മുമ്പോട്ട് പോകുക. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധികളെ ജയിക്കണമെങ്കിൽ നാം വിശ്വാസത്തിന്റെ ഗുണം പ്രകടമാക്കണം. ചത്ത വിശ്വാസം കൊണ്ട് നമ്മുടെ പ്രതിസന്ധി അതിജീവിക്കാൻ പറ്റത്തില്ല. വിശ്വാസത്തിന്റെ ഗുണം പ്രകടമാക്കുക. മൂന്നാമത് അവിടെ പറയുന്ന വിഷയം വിശ്വാസത്തിന്റെ വിജയമാണ്. വിശ്വാസത്തിന്റെ വിജയം ആധാരമായിരിക്കുന്നത് നമ്മുടെ കഴിവിലല്ല, നമ്മുടെ മിടുക്കിലല്ല, നമ്മുടെ ബലത്തിലല്ല. വിശ്വാസത്തിന്റെ വിജയം ആധാരമായിരിക്കുന്നത് അവിടെ പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. മോശ ദൈവജനത്തോട് പറഞ്ഞു, ദൈവം യുദ്ധം ചെയ്യും. എന്നാൽ ഒരു ദൈവ പൈതൽ വിശ്വസിക്കേണ്ടത്, കാൽവറിയിൽ യേശു എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു. എന്റെ യുദ്ധങ്ങളെല്ലാം യേശു കാൽവറിയിൽ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പരാജയപ്പെടത്തില്ല. എന്റെ പ്രതിസന്ധിയിൽ ഒരു വിജയമുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ വിജയത്തിലേക്കുള്ള ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് മോശ വിശ്വാസത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നത്. വിശ്വാസത്തിന്റെ വിജയം എന്താണ്? റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്. റോമാലേഖനം 8:37. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അതിന് മുമ്പിലുള്ള വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ഓരോ ദിവസവും അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടുകളെ പോലെ അറുക്കപ്പെടുന്നവരായി, തകർക്കപ്പെടുന്നവരായി, വാളുകൊണ്ടും പ്രതിസന്ധി കൊണ്ടും വേദന അനുഭവിക്കുന്നവരായി തീരുമ്പോഴും ഒരു ദൈവഭക്തൻ പറയുകയാണ്, നാമോ നമ്മെ സ്നേഹിച്ച് കാൽവറിയിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അവസാന തുള്ളി രക്തം വരെ കാൽവറിയിൽ ചൊരിഞ്ഞവൻ, മരണത്തിന്റെ അധികാരിയെ തോൽപ്പിച്ച് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട്, യേശു പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അതെ, നമ്മെ സ്നേഹിച്ച യേശു നിമിത്തം, ആ ക്രൂശിലെ ജയം നിമിത്തം യേശു പറഞ്ഞല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവീൻ. ജയത്തിന്റെ ആധാരം എന്താണെന്നറിയാമോ? ക്രൂശിലെ ജയമാണ്. ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ദൈവകരങ്ങൾ സമർപ്പിക്കാമോ? കർത്താവിനോട് പറയ, കർത്താവേ, എന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നാം പ്രതിസന്ധികളാൽ സ്റ്റക്കായി തീരുമ്പോൾ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വിശ്വാസത്തിന്റെ വിഷയമായി കർത്താവിനെയും രക്ഷയും മുറുകെ പിടിക്കുവാൻ കഴിയുന്നുണ്ടോ? വിശ്വാസത്തിന്റെ ഗുണം പ്രകടമാക്കുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വിജയത്തിലേക്ക് നടന്നു നീങ്ങുവാൻ നമുക്ക് ദൈവം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനാൽ ഈ വചനത്തിലൂടെ സഹായം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. സമയം വേർതിരിച്ച പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രേമജൻ പാസ്റ്റർ പ്രാർത്ഥിക്കുകയും കെ.ഒ. വർഗീസ് പാസ്റ്റർ ആശീർവാദം പറയുകയും ചെയ്യുമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ദൈവം നമുക്ക് തന്നു. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരുന്നു. അനുഗ്രഹീതമായ സന്ദേശം ജസ്റ്റിൻ പാസ്റ്ററിലൂടെ ദൈവം തന്നല്ലോ. ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കണം, മുന്നോട്ട് പോകണം, മിണ്ടാതിരുന്ന ദൈവം നൽകുന്നു. ഭയപ്പെടേണ്ട, ദൈവം അത്ഭുതം ചെയ്യും. പ്രതിസന്ധിയുടെ നടുവിൽ ഭ്രമിച്ചു നോക്കാതെ ഉറച്ചു നിന്നാൽ അത്ഭുതം പ്രവർത്തിക്കുന്ന, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, നമുക്ക് വേണ്ടി നാളെ ഒരുക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതിനെ ഫലം വിളിച്ചു കൊണ്ടുവന്ന്, എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിന്റെ നടുവിലുള്ള വിശ്വാസത്താൽ അത്ഭുതം നടക്കുമെന്ന് രാവിലെ സമയം ഓർപ്പിച്ചല്ലോ. ഇളകി പറയുന്ന, ദൂരത്തെത്താത്ത, കണ്ണു കാണാൻ കഴിയാത്ത ദൂരത്ത് നിൽക്കുന്ന സമുദ്രത്തിന്റെ തിരമാലയെ അടക്കി തന്റെ ജനത്തിനു വേണ്ടി അത്ഭുതം ചെയ്ത അവയുടെ മഹത്വം വലുതാണ്. നമുക്ക് വിശ്വസിക്കാമെന്ന് രാവിലെ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷം ദൈവം തന്നല്ലോ. ജീവിതത്തിന്റെ മുമ്പിൽ അക്കരെ കടക്കാൻ കഴിയാതെ, വിടുതലില്ലാതെ രാവിലെ ദൂത് ഒരു വിടുതലായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പാസ്റ്റർ പ്രേമജൻ അവர்கள் പ്രാർത്ഥിക്കുകയും പാസ്റ്റർ കെ.ഒ. വർഗീസ് അവர்கள் ആശീർവാദം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഈ രാവിലെ സമയം ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ പാദപിടുത്തങ്ങൾ അടുത്തുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അനേക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടയിൽ നിന്ന് മധ്യസ്ഥ നടപ്പാനും നല്ല അവസരം ഒരുക്കിയല്ലോ. ഈ രാവിലെ സമയം കർത്താവേ, ഞങ്ങളുടെ ദാസിലൂടെ ദൈവം ഞങ്ങൾക്ക് നൽകിയതായ നല്ല ആലോചനയ്ക്കായി ഞങ്ങൾ അങ്ങയെ
സ്തുതിക്കുകയും ഞങ്ങളങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ പതറിപ്പോകാതെ ഉറച്ചു നിൽപ്പാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ പകരുമാറാകണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൽ ക്ഷീണിപ്പാനിടയാകാതെ ഞങ്ങളുടെ വിശ്വാസത്തെ ദിവസങ്ങൾ ദൈവം വർദ്ധിപ്പിക്കുമാറാകണമേ. ഞാനാകുന്നുവെന്ന് മോശയോട് പറഞ്ഞ അതേ ദൈവം ഈ ദിവസങ്ങൾ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന അതേ കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത് അതേ ഉയർത്തപ്പെട്ടവരാകുന്ന ആ നല്ല ദൈവമെന്നുള്ളതായ ഒരു ഉറപ്പോടെ അതേ ആ ധൈര്യത്തോടെ അത് ഞങ്ങളുടെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ പതറിപ്പോകാതെ മുന്നേറുവാൻ ദൈവം കൃപ തരുമാറാകണമെന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ രക്ഷയെ ഈ ദിവസങ്ങൾ വിശ്വാസത്തോടെ കണ്ട് അത് യാത്ര ചെയ്യുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നതാണ്. എന്റെ ജീവിതത്തിൽ വരുന്നതായ അതേ പരാജയങ്ങളെ എന്റെ ജീവിതത്തിൽ വരുന്നതായ പോരായ്കളെ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ. ഈ ദിവസങ്ങൾ കർത്താവ് ഞങ്ങളെ ആക്കിയിരിക്കുന്നതായ അതേ സ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് നേരെ വരുന്നതായ എല്ലാ പ്രതികൂലങ്ങളെയും ഞങ്ങൾ അകറ്റുമാറാകണമെന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവവചനം ശുശ്രൂഷിപ്പാൻ അവിടുത്തെ അഭിഷിക്തരെ ശക്തമായി കാര്യങ്ങൾ ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയം അതേ കർത്താവ് ഈ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അങ്ങനെ കാര്യങ്ങളെ കേൾപ്പിക്കുന്നു. ഈ രാവിലെ കർത്താവ് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിനു ശേഷമായി കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളുടെ നടുവിനും കർത്താവിനുള്ളതായ ആശ്രയം കുറഞ്ഞു പോകാതെ ഉറപ്പോടെ ദൈവത്തോട് നിൽപ്പാൻ തക്കവണ്ണം ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഞങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നതാണ്. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇന്ന് പകൽക്കാലം മുഴുവനും ഉണ്ടാകണം. തിരുനാമം ഞങ്ങളോട് മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും ആത്മാവിന്റെ സംബന്ധവും സഹവാസവും സമാധാനവും നാം ഫാമിലിയോടും നേതൃത്വത്തോടും ദാസരോടും കൂടെ ഇന്ന് എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.